പ്രിയപ്പെട്ടവരെ, 2026 ജനുവരി മാസം 1-ാം തീയതി മുതൽ ഡിസംബർ മാസം 31-ാം തീയതി വരെയുള്ള കേട്ട നക്ഷത്രക്കാരുടെ പൊതുഫലങ്ങളെയാണ് ഇന്ന് പറയാൻ പോകുന്നത്. അവരുടെ കുടുംബപരമായിട്ടുള്ളത്, തൊഴിൽ, ആരോഗ്യം, ധനം, വിദ്യാഭ്യാസം എന്നിങ്ങനെ എല്ലാ മേഖലയും എപ്രകാരമായിരിക്കും, ഇതിന്റെ ഗുണങ്ങൾ വർദ്ധിച്ചു വരുവാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, ദോഷങ്ങൾ കുറയ്ക്കുവാനുള്ള പരിഹാര കർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. 2026 വർഷത്തെ ഗുണപ്രദമായിട്ട് മാറ്റാൻ ഒരു പ്ലാനിംഗ് തയ്യാറാക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഈ വീഡിയോ വളരെ ഗുണകരമായിരിക്കും. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് കാണുക. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദ്ര മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ജീവിതത്തിന് ഉപകാരപ്രദമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ എന്ന് രാവിലെ നിങ്ങളുടെ വാട്സപ്പിലൂടെ ലഭിക്കുന്നതാണ്. മാത്രമല്ല, ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ മുതലായവ നടത്തി കിട്ടുന്നതാണ്. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് നേട്ടമുള്ളൊരു കാര്യമുണ്ട്. ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ നക്ഷത്രം, നിങ്ങളുടെ വയസ്സ് ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാലായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴെയും നിങ്ങൾ ഇങ്ങനെ ഡീറ്റെയിൽസ് കൊടുത്താൽ മാത്രം മതിയാകും. അതിനായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും താല്പര്യപ്പെടുകയാണ്. എങ്കിൽ മാത്രമായിരിക്കുമല്ലോ റെക്കമെൻഡേഷനായിട്ടും നോട്ടിഫിക്കേഷനായിട്ടൊക്കെ ചാനലിലെ വീഡിയോകളുടെ വിവരം നിങ്ങൾക്ക് ലഭിക്കുക. അത് നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുമല്ലോ. കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 വർഷം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള കാലയളവാണ്. കഴിഞ്ഞ വർഷം പകുതിയിൽ നിർത്തിവെച്ച കാര്യങ്ങൾ ഇക്കൊല്ലം പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ള ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യമുണ്ട്. എന്നാൽ തൊഴിലിൽ ഇടയ്ക്കിടയ്ക്ക് ചില പ്രതിസന്ധികൾ ഉണ്ടായി വന്നേക്കാം. കാര്യം, തൊഴിൽ മേഖലയിൽ ചില ശത്രുതാപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് വരുന്ന ഒരു കാലയളവായിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ നമ്മൾ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, സാമ്പത്തിക ഉന്നമനത്തെ മുൻനിർത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വിജയം കാണുന്ന വർഷമാണ്. കുടുംബസ്വത്തോ മറ്റോ ഭാഗിക്കപ്പെടുന്നതിലൂടെ നേട്ടം കിട്ടുന്ന ഒരു കാലയളവുമായിരിക്കും ഇത്. കൊടുക്കൽ വാങ്ങൽ മുതലായവ ഈ ഒരു കൊല്ലം സംഭവിക്കുന്നതാണ്. ഈ വർഷത്തെ തൊഴിൽ സ്ഥിതിയായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ പുതിയ തൊഴിൽ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭ്യമാകുന്ന കാലയളവാണ്. സർക്കാർ ജോലിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നവർ തങ്ങളുടെ പഠന മികവിൽ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തേണ്ടതാണ്. നിങ്ങളുടെ നേരിയ ഉദാസീനതയ്ക്ക് പോലും നിങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വന്ന കാലയളവായതുകൊണ്ട് തന്നെ പഠനത്തിൽ പൂർണ്ണമായ ശ്രദ്ധ കൊടുക്കുക. എന്നാൽ ലിസ്റ്റിലൊക്കെ എത്തപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് തൊഴിൽ നേടിയെടുക്കാൻ കഴിയുന്നതുമാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ്. പക്ഷേ എടുത്തുചാട്ടം പോലെ വിദേശത്തേക്ക് പോകുന്നവർക്ക് ചില നിരാശകളും ഉണ്ടായി വന്നേക്കാം. ചെയ്യാൻ പോകുന്ന ജോലിയെക്കുറിച്ച് വ്യക്തമായ ധാരണയോടുകൂടി മാത്രം വിദേശത്തേക്ക് പോകുക. പഠനപരമായിട്ട് ചെന്നിട്ട് തൊഴിലിലേക്ക് ഇറങ്ങാം എന്നുള്ള തരത്തിലേക്ക് വിദേശത്തേക്ക് പോകുന്നവർ വളരെ ജാഗ്രത പുലർത്തേണ്ടുന്ന കാലയളവാണ് ഇത്. ധനപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ വർഷക്കാലയളവ് ഒരു മധ്യമമായിട്ട് കാണപ്പെടുന്നുണ്ട്. കാര്യം, നീക്കിയിരിപ്പ് ധനം വർദ്ധിപ്പിക്കാൻ കഴിയുന്നതാണ്. എന്നാൽ സാമ്പത്തികപരമായി അടിത്തറയൊന്നും ഇല്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഈ വർഷം നന്നായിട്ട് പരിശ്രമിച്ചാൽ വർഷാവസാനം കുറച്ച് സേവിങ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. കടബാധ്യത കുറച്ചുകൊണ്ടുവരുന്നതിനുള്ള മാർഗങ്ങൾ അവലംബിക്കുന്നതാണ്. പുതിയ തൊഴിലിൽ നിന്ന് നേട്ടം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇപ്പൊ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിട്ട് പാസീവായിട്ട് ഒരു ഇൻകം കൂടി ജനറേറ്റ് ചെയ്യാനുള്ള ചില മാർഗങ്ങൾ തേടുന്നതാണ്. എന്നാൽ ഇരട്ടി പലിശയ്ക്ക് പണം കടമെടുക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. കാര്യം, അത് നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ പറ്റാതെ ചില പ്രയാസങ്ങളിലേക്ക് വന്നു ചാടും. മാത്രമല്ല, സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ അന്ധമായിട്ട് നിക്ഷേപിക്കാൻ പോകുന്നവർ വളരെയധികം ജാഗ്രത പുലർത്തണം. കാര്യം, കുറച്ച് പണനഷ്ടം വർഷത്തിന്റെ മധ്യഭാഗം കൊണ്ട് ഉണ്ടായി വരാൻ സാധ്യത കൂടുതലുണ്ട്. കുടുംബപരമായിട്ട് നോക്കുമ്പോൾ കുടുംബത്തിൽ ഉണ്ടായിരുന്ന അസ്വസ്ഥതകൾ നീക്കാനുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതാണ്. ഭാര്യയ്ക്കോ ഭർത്താവിനോ അല്ലറ ചില്ലറ രോഗങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടമാണ്. എന്നാൽ ഷുഗർ, പ്രഷർ തുടങ്ങിയ രോഗങ്ങളൊക്കെ ഉള്ളവർ കുറച്ചുകൂടി ജാഗ്രത പുലർത്തിക്കൊള്ളുക. കുടുംബത്തിനകത്ത് വാർദ്ധക്യമെത്തിയ ആൾക്കാർക്ക് പുതിയ ആഗ്രഹങ്ങൾ ഉണ്ടാവുകയും ഈശ്വര ദർശനപരമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ലഭ്യമാവുകയും ചെയ്യുന്നതാണ്. കുടുംബത്തിനകത്ത് മംഗളകർമ്മങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതലുണ്ട്. വളരെ കാലമായിട്ട് കാണാതിരുന്ന ബന്ധുജനങ്ങളെ കണ്ടുമുട്ടാനും ഈ കാലയളവ് ഗുണപ്രദമാണ്. ആരോഗ്യപരമായിട്ട് ചിന്തിക്കുമ്പം ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളിലൂടെ രോഗസാധ്യത കൂടുതലുള്ള കാലയളവ് ആയതുകൊണ്ട് ശ്രദ്ധ കൊടുക്കണം. എക്സസൈസിന് പ്രാധാന്യം കൊടുത്തുള്ള, ഡയറ്റിന് പ്രാധാന്യം കൊടുത്തുള്ള പുതിയ ജീവിതക്രമത്തിലേക്ക് തിരിയേണ്ടതുണ്ട്. ചെറിയ അസുഖങ്ങളെ വച്ച് മൂർച്ഛിപ്പിക്കാതിരിക്കുവാൻ ജാഗ്രത കൊടുക്കണം. കാലുകളുമായിട്ടോ കൈകളുമായോ ബന്ധപ്പെട്ട് ചെറിയ മുറിവുകളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആയുധങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധ വെച്ചുകൊള്ളുക. വിദ്യാഭ്യാസപരമായിട്ട് നോക്കുമ്പോൾ പുതിയ പഠന മേഖലയിലൂടെ നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്.
കിട്ടുന്നതാണ്. വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ്. ഭാരതത്തിനകത്ത് തന്നെ മറുനാടുകളിലായിട്ട് സഞ്ചരിച്ച് പഠനം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള അവസരമുണ്ട്. എന്നാൽ ചില ഉദാസീന മനസ്ഥിതിയോടുകൂടി മികച്ച പരീക്ഷകളെ നേരിടുന്നവർക്ക് പരാജയം ഉണ്ടാകാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. പഠനത്തിൽ കുറച്ചുകൂടി ആഭിമുഖ്യം പുലർത്തേണ്ടുന്ന കാലഘട്ടമാണ്. ഇവിടെ കാണിക്കുന്ന ഓരോ ഉദാസീനതയും ഭാവിക്ക് വളരെയധികം ദോഷകരമായി മാറും എന്നുള്ളതും ഓർമ്മിക്കേണ്ടതാണ്. ഇനി നമുക്ക് മാസഫലങ്ങളിലേക്ക് വരാം. ജനുവരി മാസത്തിൽ പുതിയ കരാറുകളിൽ ഒപ്പുവയ്ക്കാനും പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും കഴിയുന്നതാണ്. പട്ടാളം, പോലീസ് അങ്ങനെ സുരക്ഷിതയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ചെയ്യുന്നവർക്ക് കാലം കുറച്ച് ടെൻഷനുകളെ സമ്മാനിച്ചേക്കും. അതുകൊണ്ട് തന്നെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുക. പുതിയ പ്രവർത്തനങ്ങളിലൂടെ നേട്ടം കൈവരിക്കാൻ പറ്റുന്നതാണ്. കൂട്ടു ബിസിനസ്സുകളിൽ തട്ടിപ്പും ചതിയും ഉണ്ടാകാതിരിക്കാൻ ജാഗ്രത പുലർത്തേണ്ടതാണ്. പഴം, പാല് അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് വിപണനങ്ങളൊക്കെ നടത്തുന്നവർക്ക് ഗുണകരമായിട്ടുള്ള കാലയളവായിരിക്കും. ഏറ്റെടുത്ത പദ്ധതികളിലുള്ള കലർപ്പുകളൊക്കെ നീക്കി പുതിയ രീതിയിലേക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന കാലഘട്ടവുമായിരിക്കും ഇത്. ഫെബ്രുവരി മാസത്തിൽ പുതിയ വ്യക്തികളുമായി ചേർന്ന് പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിയുന്നതാണ്. സിനിമ, സീരിയൽ മേഖലയിലേക്ക് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ്. സമൂഹത്തിൽ പേരും പ്രശസ്തിയും നേടുന്നതിനുള്ള മാർഗങ്ങൾ അവലംബിക്കും. വിദ്യാർത്ഥികൾ പഠനപരമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തേണ്ടുന്ന കാലയളവാണ്. മാസാവസാന വാരം ഉദര സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഭക്ഷണ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ പുലർത്തുക. മാർച്ച് മാസത്തിൽ ഉല്ലാസ യാത്രകൾ പോകാനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ്. പുതിയ പ്രവർത്തനങ്ങളിൽ നിന്ന് നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. വാഹനയോഗം ഉണ്ട്. മാല അതുപോലെ വിലപ്പെട്ട വസ്തുക്കൾ ധരിച്ചിരിക്കുന്നവർ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതാണ്. വീട് പണി പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ്. ഏപ്രിൽ മാസത്തിൽ കാലങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന ചില സ്ഥലങ്ങളിലേക്ക് യാത്ര പോകാൻ കഴിയുന്നതാണ്. പുതിയ തൊഴിൽ മേഖല തുറന്നു കിട്ടുന്നതാണ്. ആഡംബരത്തിന് വേണ്ടിയിട്ടുള്ള ചില വസ്തുക്കൾ സ്വന്തമാക്കാൻ കഴിയുന്നതാണ്. പുതിയ പ്രവർത്തനങ്ങളിലൂടെ നേട്ടം കൈവരിക്കാനുള്ള സാധ്യതയുണ്ട്. മെയ് മാസത്തിൽ പ്രണയിതാക്കൾക്കിടയിൽ ചില തർക്കങ്ങൾ ഉണ്ടായി വരാൻ സാധ്യതയുണ്ട്. ഏറെക്കാലമായിട്ട് കല്യാണത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കല്യാണ ആലോചനകൾ വരാനും അത് ഉറപ്പിക്കാനുമുള്ള സാധ്യത കാണുന്നുണ്ട്. സമ്മാനങ്ങൾ ലഭ്യമാകുന്ന കാലയളവായിരിക്കും ഇത്. മര ഉരുപ്പടികളൊക്കെ മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ വളരെ ജാഗ്രതയോടുകൂടി മേടിക്കുക. തട്ടിപ്പുകളിൽ ചെന്നപ്പെടാൻ സാധ്യതയുണ്ട്. ജൂൺ മാസത്തിൽ അലർജി സംബന്ധമായ ചില രോഗങ്ങൾ ഉണ്ടായി വരാം. കുട്ടികൾക്ക് ഉപരിപഠനത്തിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ്. ഏറ്റെടുത്ത പദ്ധതികൾ വിജയകരമായിട്ട് തീർപ്പാക്കാൻ കഴിയുന്നതാണ്. സർക്കാർ തലത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ഈ ഒരു കാലയളവിൽ ലഭ്യമാകുന്നതാണ്. ജൂലൈ മാസത്തിൽ അർഹതയ്ക്കുള്ള അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ്. പുതിയ ഇലക്ട്രോണിക് വസ്തുക്കൾ സ്വന്തമാക്കാൻ കഴിയുന്നതാണ്. പല പരാജയങ്ങളെ മറികടന്ന് വിജയത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന കാലഘട്ടമാണ്. ആരോഗ്യപരമായിട്ടുള്ള ഉണർവിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതാണ്. ഓഗസ്റ്റ് മാസത്തിൽ വേണ്ടപ്പെട്ടവരിൽ നിന്ന് വ്യക്തിപരമായിട്ടുള്ള അപമാനകരമായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടായി വരുന്നത് മനസ്സിനെ വേദനിപ്പിക്കുന്നതാണ്. പുതിയ ചുവടുവയ്പ്പുകളിലൂടെ നേട്ടം കൈവരിക്കാൻ കഴിയുന്നതാണ്. വാടക വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കിട്ടുന്നതാണ്. കാഴ്ചയുമായി ബന്ധപ്പെട്ട ചില പ്രയാസങ്ങൾ ഈ ഒരു കാലയളവിൽ ഉണ്ടായി വന്നേക്കാം. സെപ്റ്റംബർ മാസത്തിൽ പുതിയ പ്രവർത്തനങ്ങളിൽ നിന്ന് നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. എഞ്ചിനീയർമാർ, ഡോക്ടർമാർ മുതലായവർക്ക് നേട്ടം ഉണ്ടാകുന്ന കാലഘട്ടമായിരിക്കും ഇത്. പഴയ ശത്രുക്കൾ നമ്മുടെ മുന്നിൽ ദയയായിച്ചു വരുന്ന കാലഘട്ടമായിരിക്കും ഇത്. ആകസ്മികമായിട്ടുള്ള ചില സംഭവങ്ങൾ ജീവിതത്തിൽ പുതിയ വഴിത്തിരിവ് ഉണ്ടാക്കി തീർക്കുന്നതാണ്. ഒക്ടോബർ മാസത്തിൽ പരീക്ഷാദികളിൽ വിജയം പ്രതീക്ഷിക്കാം. വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ്. കുടുംബത്തിനകത്ത് മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതാണ്. ദീർഘദൂരത്തിലുള്ള ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള അവസരം വരും. ദീർഘദൂര യാത്ര ചെയ്യുന്നവർ ട്രെയിനിലോ മറ്റോ സഞ്ചരിക്കുകയാണെങ്കിൽ വാതിൽപ്പടിക്കും സമീപമൊന്നും നിന്ന് അപകടകരമായിട്ടുള്ള രീതിയിൽ സഞ്ചരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടുന്ന കാലയളവായിരിക്കും ഇത്. നവംബർ മാസത്തിൽ നമ്മുടെ മോശപ്പെട്ട ചില ശീലങ്ങളെ ഉപേക്ഷിക്കാനുള്ള താല്പര്യം ഉണ്ടായി വരുന്നതാണ്. പുതിയ പ്രവർത്തനത്തിലൂടെ നേട്ടം കൈവരിക്കാനുള്ള സാധ്യതകളെ ആരായുന്നതാണ്. ഗവൺമെന്റ് തലത്തിൽ നിന്ന് ചില നോട്ടീസുകളൊക്കെ കൈപ്പറ്റേണ്ട ആവശ്യം വന്നേക്കാം. തർക്കങ്ങൾക്ക് രമ്യമായിട്ടുള്ള പരിഹാരം ഉണ്ടായി വരുന്നതാണ്. ഡിസംബർ മാസത്തിൽ ആരോഗ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുൻതൂക്കം കൊടുക്കുന്നതാണ്. തിരഞ്ഞെടുപ്പുകളിൽ വിജയമുണ്ടായി വരുന്നതാണ്. ത്വക്ക് രോഗങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഈ ഒരു കാലയളവിൽ ഉണ്ടായി വന്നേക്കാം. ധനസമ്പാദനത്തിന് വേണ്ടിയിട്ടുള്ള പുതിയ മാർഗങ്ങൾ അവലംബിക്കുന്നതാണ്. ചിട്ടയായിട്ടുള്ള ജീവിതക്രമം പരിശീലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളിലേക്ക് ജോയിൻ ചെയ്യുന്നതാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട യാത്രകൾ ഉണ്ടായി വരുന്നതാണ്. ഇപ്പോൾ 2026 വർഷത്തെ പൊതുഫലങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇതിന്റെ ഗുണങ്ങൾ വർദ്ധിച്ചു വരുവാനും ദോഷങ്ങൾ കുറയ്ക്കുവാനുള്ള പരിഹാര നിർദ്ദേശങ്ങൾ കൂടി നൽകുന്നു. മലയാള മാസം 1-ാം തീയതി തോറും ശിവക്ഷേത്രത്തിൽ ശിവാഷ്ടക മന്ത്രത്താൽ അർച്ചന കഴിപ്പിക്കുക.
ജലധാര പിൻവിളക്ക് ഇവയും കൂടി ചെയ്യുക. പാശുപത യന്ത്രം എന്നറിയപ്പെടുന്ന ഏലസ് തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുക. ഗണപതിക്ക് കരകമാല ചാർത്തുക. ശ്രീകൃഷ്ണന് പാൽപായസം ഏകാദശി ദിവസം സമർപ്പിക്കുക. കുടുംബക്ഷേത്രത്തിൽ യഥാവിധി വഴിപാടുകൾ സമർപ്പിക്കുക. ഇവയൊക്കെ ദോഷങ്ങളെ കുറച്ചു കൊണ്ടുവരാനുള്ള മികച്ച വഴിപാടുകളാണ്. ഇനി നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നോക്കിയിട്ട്, ഇതുകൂടാതെ നിങ്ങൾക്ക് 2026 വർഷത്തെ നിങ്ങളുടേതായിട്ടുള്ള ഈശ്വരാധീനവും നിങ്ങളുടേതായിട്ടുള്ള ജാതക നിലയും വെച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതിനായിട്ട് ഉത്തമനായിട്ടുള്ള ഒരു ജ്യോതിഷനെ കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ഗുണപരമായിട്ടുള്ള വഴിപാടുകളെയും മറ്റും അദ്ദേഹം പറഞ്ഞു തരുന്നതാണ്. ഈ ഒരു കാഴ്ചപ്പാടിലൂടെ തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് 2026 മനോഹരമാക്കി മാറ്റാനുള്ള എല്ലാം ഞാനൊന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിനാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിനൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.